നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ക്രിസ്മസ് സ്റ്റാർ കാണാൻ നല്ല ഭംഗിയാണല്ലേ? അപ്പോൾ ഈ ക്രിസ്മസ് സ്റ്റാർ ഒക്കെ ഉപയോഗിച്ച് വീട് അലങ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വീട് അലങ്കരിക്കാൻ കുറച്ച് ചെറിയ ചെറിയ ക്രിസ്മസ് സ്റ്റാറുകൾ തയ്യാറാക്കിയാലോ? ഈ ക്രിസ്മസ് സ്റ്റാർ തയ്യാറാക്കാൻ പോകുന്നത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. വെറും ഫോം ഷീറ്റ് അല്ല, ഗിൽറ്റുകളൊക്കെ നിറഞ്ഞ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ക്രിസ്മസ് സ്റ്റാർ തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് കത്രിക, പേന, ഫോം ഷീറ്റ്, സ്കെയില്, ഗ്ലൂഗൺ എന്നിവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് തിരിച്ചിട്ടതിന് ശേഷം ഒരു 6 സെൻറ്റിമീറ്റർ നീളവും വീതിയും അടയാളപ്പെടുത്തണം. അപ്പോൾ 4 സൈഡും ഒരേ അളവാണ് നമുക്ക് വേണ്ടത്. ഇതിനി ഒന്ന് വരച്ചെടുക്കാം. മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും വരച്ചെടുക്കുന്നത്. ഇവിടെ 2 സൈഡും വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുക. ഇപ്പം നമുക്ക് 6 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സമചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം ഒരു സൈഡിൽ മാത്രം 1/2 സെൻറ്റിമീറ്റർ അളവിൽ ഒരു മാർക്ക് രേഖപ്പെടുത്തുക. ഇവിടെ 1/2 സെൻറ്റിമീറ്റർ നീളത്തിൽ പോയിന്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ വരകൾ വരച്ചിട്ടുണ്ട് 1/2 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ. അടുത്തതായിട്ട് ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഇത് മടക്കിയെടുക്കണം. ഇവിടെ നന്നായി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 സെൻറ്റിമീറ്റർ വീതം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. 2 സൈഡും ഒരേ അളവിൽ കിട്ടാൻ പാകത്തിന് വേണം മുറിച്ചെടുക്കാനായിട്ട്. മുഴുവൻ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഷീറ്റ് കിട്ടുക. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് അകത്തെ ഭാഗം എടുത്ത് പുറത്തേക്ക് ഇതുപോലെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂഗൺ ആണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ പശ ഉപയോഗിച്ചാൽ ഇത് ഒട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെ തന്നെ അടുത്ത ഭാഗം അകത്തേക്ക് മടക്കിയെടുക്കുക. ഇതും പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇവിടെ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 6 ഫോം ഷീറ്റുകളാണ് വേണ്ടത്, ഒരേ അളവിലുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 6 എണ്ണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളതും ഇതിനോട് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഒരു സ്റ്റാറിൻ്റെ ആകൃതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ഒരു സ്റ്റാറിൻ്റെ ആകൃതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ തയ്യാറാക്കാം. ഞാനിവിടെ പച്ച, ചുമപ്പ് എന്നീ നിറങ്ങളിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള നിറങ്ങളിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാം. ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാനായിട്ട് വളരെ ഭംഗിയുള്ളതാണ്. ക്രിസ്മസ് ട്രീയിൽ മാത്രമല്ല, വീടിൻ്റെ ചുമരിലും ഇത് തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ആവശ്യമുള്ളത്ര എണ്ണം നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനാകും. ഒരു കത്രികയും ഫോം ഷീറ്റും പശയും മാത്രമാണ് ആവശ്യമുള്ളത്. ഇതുപോലെ ലൈറ്റൊക്കെ കൊടുത്തതിന് ശേഷം വീടിൻ്റെ ചുമരിൽ തൂക്കിയിട്ടാലും അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടാലും ഒക്കെ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് രാത്രിയിലൊക്കെ കാണാനായിട്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും.
അമിതമായ വില കൊടുത്ത് ഇത്തരത്തിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങുന്നതിലും എത്രയോ ഭേദമാണ് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളും കളർഫുള്ളുമായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.